സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം. മമ്മൂട്ടിയുടെ ഇടപെടലിൽ തനിക്ക് പരാതി ഒന്നും ഇല്ല എന്നാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഇപ്പോൾ പറയുന്നത്. 2 ദിവസം മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? നിർമ്മാതാക്കൾക്കെതിരായ കേസിൽ നിന്ന് പിന്മാറണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടു. അത് ചെയ്യാത്തത് കൊണ്ട് തന്റെ സിനിമയിൽ നിന്ന് പിന്മാറി എന്നായിരുന്നു. അന്നൊരു ആരോപണ സ്വരത്തിലായിരുന്നു സാന്ദ്ര തോമസ് സംസാരിച്ചത്. അതേ സാന്ദ്ര തോമസ് തനിക്ക് അതിൽ പരാതി ഒന്നുമില്ല എന്ന് ഇപ്പോൾ പറയുന്നു. പരാതി ഒന്നുമില്ലാത്ത കാര്യത്തിന് പിന്നെ എന്തിന് മമ്മൂട്ടിയെ പോലൊരു മഹാനടനെ പൊതുമധ്യത്തിൽ വലിച്ചിട്ട് അപമാനിച്ചത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. മാത്രമല്ല, അന്ന് സാന്ദ്ര തോമസ് മമ്മൂട്ടിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ പല കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിരുന്നില്ല. ഇപ്പോൾ അക്കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട്. അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ സാന്ദ്ര ഇപ്പോഴും വ്യക്തത വരുത്തുന്നതുമില്ല. അതായത് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വന്നു, ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. സാന്ദ്ര തോമസ് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം അത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം സാന്ദ്ര മമ്മൂട്ടിക്കെതിരെ പറഞ്ഞതിന്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമുക്കറിയാം, നിർമ്മാതാക്കളുടെ സംഘടനയുമായും പ്രത്യേകിച്ച് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനുമായും നിരവധി പ്രശ്നങ്ങളാണ് സാന്ദ്ര തോമസ്. ലിസ്റ്റിൻ സ്റ്റീഫനെ പലിശക്കാരൻ എന്ന് വിളിച്ചപ്പോൾ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരികയാണ്. അതിനിടയ്ക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത്. ഇതിന്റെ പേരിൽ സാന്ദ്ര തോമസും നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിലുള്ള പരസ്യമായ വാദപ്രതിവാദങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ചാനലുകളിലൂടെ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൺ ഇന്ത്യ ചാനലിലെ സുൽത്താനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സാന്ദ്ര തോമസ് മമ്മൂട്ടിക്കെതിരെ സംസാരിച്ചത്. ഈ പ്രശ്നങ്ങളോട് സൂപ്പർ താരങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് സുൽത്താന ചോദിച്ചപ്പോഴാണ് സാന്ദ്ര മമ്മൂട്ടി വിളിച്ച കാര്യം പറഞ്ഞത്. സാന്ദ്ര പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു, കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞു. 3/4 മണിക്കൂറോളം സംസാരിച്ചു. മമ്മൂക്കയുടെ മകൾക്കാണ് ഈ സിറ്റുവേഷൻ വന്നിരുന്നത് എങ്കിൽ മമ്മൂക്ക എടുക്കുന്ന സ്റ്റാൻഡ് ഇതേ സ്റ്റാൻഡ് ആയിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ, അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ. അദ്ദേഹം എന്നോട് കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയിൽ നിന്ന് പിന്മാറി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് മമ്മൂക്കയോട് താൻ പറഞ്ഞു എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നു. മാത്രമല്ല, മമ്മൂക്കയുടെ വീട്ടുപണിയെടുക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. അതുകൊണ്ടാണ് മമ്മൂക്ക അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്ന് മമ്മൂട്ടി എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് സാന്ദ്ര തോമസ് അന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? മമ്മൂട്ടി ആൻഡോ ജോസഫിനും കൂട്ടർക്കും വേണ്ടി സാന്ദ്രയെ വിളിച്ചു. സാന്ദ്ര എതിർ നിലപാടെടുത്തപ്പോൾ സിനിമയിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ സാന്ദ്ര ഇക്കാര്യത്തിൽ ഇപ്പോൾ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: മമ്മൂട്ടി കേസിന് പോകരുത് എന്ന് പറഞ്ഞത് നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് അല്ല. നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ മനസ്സിലായിരുന്നത് നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് സാന്ദ്ര തോമസ് പോയിരുന്നു. ആ കേസിന് സാന്ദ്ര തോമസ് പോകരുത് എന്നുള്ള കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞത് എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക. പക്ഷേ അതിനല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുള്ള ദുരനുഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കേസിന്റെ കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞത്. അതായത് മമ്മൂട്ടി വിളിച്ചത് ഇപ്പോഴല്ല എന്ന് സാന്ദ്ര തോമസ് തന്നെ പറയുന്നു. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് മമ്മൂട്ടി മനസ്സിലാക്കിയതോടെ അദ്ദേഹം സാന്ദ്രയുടെ ഇഷ്ടം പോലെ എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഇക്കാര്യം വീണ്ടും പറയുന്നത് ലിസ്റ്റിന് ഇത് വലിച്ചിഴച്ച് ഇട്ടതുകൊണ്ടാണ്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തനിക്കെതിരെ നടക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്. മമ്മൂട്ടിയെ വലിച്ചിഴയ്ക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനു വലിച്ചിഴച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മമ്മൂട്ടിയെ ഇനിയെങ്കിലും ലിസ്റ്റിനെ പോലുള്ളവർ വലിച്ചിഴയ്ക്കാതിരിക്കുക. അതായത് സാന്ദ്ര തോമസ് പറഞ്ഞു കഴിഞ്ഞു, ലിസ്റ്റിന് അതിനെക്കുറിച്ച് ഇനി പറയരുത് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി. അതുകൊണ്ടാണ് മമ്മൂട്ടിയുമായി ഒരു പടം ചെയ്യാൻ ആഗ്രഹിച്ചത്. മമ്മൂട്ടി ഇടപെട്ടതിൽ പരാതി ഒന്നുമില്ല. സിനിമയിൽ നിന്ന് മാറിയത് മമ്മൂട്ടിയുടെ ചോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് സാന്ദ്ര തോമസ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. സാന്ദ്ര ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും വിലയിരുത്തുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? മമ്മൂട്ടി വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പേരിൽ സാന്ദ്രയെ വിളിച്ചു. കാര്യം മനസ്സിലായപ്പോൾ മമ്മൂട്ടി പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇത് സാന്ദ്ര തോമസ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി ഇടപെട്ടതിൽ പരാതിയില്ല. മാത്രമല്ല, പുതിയ പ്രശ്നത്തിന്റെ സമയത്തല്ല, നേരത്തെ വിളിച്ച കാര്യമാണ് സാന്ദ്ര തോമസ് പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ മമ്മൂട്ടിയെ ഈ പ്രശ്നത്തിലേക്ക് സാന്ദ്ര തോമസ് വലിച്ചിഴച്ചിട്ടത് വളരെ മോശമായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മമ്മൂട്ടി സാന്ദ്രയുമായി വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ലിസ്റ്റിനൊക്കെ പുറത്തുവിട്ട ഒരു പഴയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
ആശുപത്രി വാസ സമയത്ത് മമ്മൂട്ടിയും നിർമ്മാതാക്കളും മാത്രമാണ് വിളിച്ചതെന്നും WCCയും ഒരു CCയും വിളിച്ചില്ല എന്നുമൊക്കെയാണ് ആ വീഡിയോയിൽ സാന്ദ്ര തോമസ് പറയുന്നത്. അതായത് അത്രയും വ്യക്തിപരമായി തന്നെയാണ് മമ്മൂട്ടി ഈ വിഷയത്തിലും സാന്ദ്രയോട് സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സാന്ദ്ര ഒട്ടും പക്വതയില്ലാതെ അത് പുറത്തു പറഞ്ഞു, അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞു. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരിക. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വൺ ഇന്ത്യയുമായുള്ള അഭിമുഖത്തിൽ സാന്ദ്ര പറയുന്നുണ്ട്. മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ടീം തനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതായത് മമ്മൂട്ടി എതിർക്കുന്നു, മോഹൻലാൽ അനുകൂലിക്കുന്നു എന്ന നറേറ്റീവും സാന്ദ്ര ആ അഭിമുഖത്തിൽ കൊണ്ടുവന്നു. അത് എന്തിനായിരുന്നു? ഒരു ചോദ്യത്തിന് അങ്ങ് നിർദോഷമായി പറഞ്ഞ ഉത്തരമായി അതിനെ കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരുപയോഗിച്ച് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കാനാണോ സാന്ദ്ര ശ്രമിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സാന്ദ്ര രണ്ടാമത് വിശദീകരിച്ചപ്പോഴും പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ചില കാര്യങ്ങളിൽ വ്യക്തത വന്നു, ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. നിർമ്മാതാവ് റനീഷ് അബ്ദുൽ ഖാദർ 2 തവണയായി ഫേസ്ബുക്കിൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ചോദ്യങ്ങളാണ് അത്. അതിൽ ആദ്യത്തെ തവണ റനീഷ് ചോദിച്ച ചില കാര്യങ്ങളിൽ സാന്ദ്ര ഈ പുതിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വ്യക്തത വരാത്ത ചോദ്യങ്ങൾ വീണ്ടും റനീഷ് ഫേസ്ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിലാണ് പോസ്റ്റ്, അതിന്റെ തർജ്ജമ പറയാം. പ്രിയപ്പെട്ട സാന്ദ്ര, മാധ്യമങ്ങളിലൂടെ എൻ്റെ മുൻ ചോദ്യങ്ങൾക്ക് ഭാഗികമായി മറുപടി നൽകിയതിന് നന്ദി. എന്നിരുന്നാലും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ വിഷയങ്ങൾ വ്യക്തമാക്കാതെ വിടുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും. ഇത് വ്യക്തികളെയും വ്യവസായത്തെയും ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രേക്ഷകരെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നേരിട്ട് വ്യക്തത തേടാനുള്ള എൻ്റെ രണ്ടാമത്തെ ശ്രമമാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് റനീഷ് ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങൾ കൃത്യവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ എല്ലാം കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതിനാൽ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളോടൊപ്പം ചെയ്യാൻ മമ്മൂട്ടി സമ്മതിച്ച പ്രോജക്റ്റ് ഏതായിരുന്നു? ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചോ അതോ മറ്റൊരു നിർമ്മാണ കമ്പനിയിലേക്ക് മാറ്റിയോ? അത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പ്രോജക്റ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം നിങ്ങളെ അറിയിച്ചത്, അതായത് മമ്മൂട്ടി നിങ്ങളെ അറിയിച്ചത് എപ്പോഴാണ്? ഇപ്പോൾ പറയുന്ന ആ ഫോൺ സംഭാഷണം നടക്കുന്നതിന് മുമ്പാണോ, വിളിക്കുന്ന സമയത്താണോ, അത് അതിനുശേഷമാണോ? ഇനി നാലാമത്തെ ചോദ്യം, ആ പ്രോജക്റ്റിന്റെ തിരക്കഥയെക്കുറിച്ച് എഴുത്തുകാരനിൽ നിന്നോ സംവിധായകനിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയാത്മകമായോ തൊഴിൽപരമായോ ഉള്ള അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു? ഇത്രയും ചോദ്യങ്ങളാണ് റനീഷ് ചോദിക്കുന്നത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വ്യക്തതയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ നേരിട്ടുള്ള മറുപടി എത്രയും വേഗം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് റനീഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് റനീഷ് സാന്ദ്രയോട് ചോദിച്ചിരിക്കുന്നത്. കാരണം മമ്മൂട്ടി സാന്ദ്ര തോമസുമായി സിനിമ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങ് വാർത്തയായോ വിവരങ്ങളായോ വന്നിട്ടില്ല. മമ്മൂട്ടിയുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾക്കും ഇക്കാര്യം അറിയില്ല എന്നാണ് പറയുന്നത്. തിരക്കിയപ്പോൾ സിനിമാ മേഖലയിൽ ആർക്കും ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു പിടിയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം, അതായത് സിനിമയിൽ നിന്ന് പിന്മാറി എന്ന കാര്യം മമ്മൂട്ടി അനധികൃതമായി ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന ആരോപണത്തിനൊപ്പം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മമ്മൂട്ടി പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് സാന്ദ്രയുമായുള്ള പ്രോജക്റ്റ് ഉപേക്ഷിച്ചു എന്നല്ലേ? അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്ന രീതിയിലാണ് സാന്ദ്ര തോമസ് സംസാരിച്ചത്. അങ്ങനെയാണോ സംഭവിച്ചതെന്ന് സാന്ദ്ര വ്യക്തമാക്കണം. കാരണം മമ്മൂട്ടിയെ പോലെ ഒരുപാട് ആരാധക വൃന്ദമുള്ള ഒരാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. അല്ലാതെ ഇപ്പോൾ പറയുന്നത് പോലെ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്, കൃത്യത വരുത്തണം. റനീഷ് ചോദിച്ചതുപോലെ തന്നെ ഏത് പ്രോജക്റ്റാണ് മമ്മൂട്ടിയുമായി ചെയ്യാനിരുന്നത് എന്നത് സാന്ദ്ര പറയണം. ആരാണ് അത് സംവിധാനം ചെയ്യാനിരുന്നത് എന്നത് പറയണം. പ്രോജക്റ്റിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയ സമയം എപ്പോഴാണ് അത് പറയണം. ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായും സാന്ദ്ര വ്യക്തമാക്കണം. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് വിശ്രമത്തിലുള്ള മമ്മൂട്ടിയെക്കുറിച്ച് കുറച്ചു നാൾ മുമ്പ് മമ്മൂട്ടി നടത്തിയ ഒരു സംഭാഷണത്തിന്റെ പേരിൽ, അതും വ്യക്തിപരമായ സംഭാഷണത്തിന്റെ പേരിൽ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന്റെ കാരണം സാന്ദ്ര പറയണം. ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. മമ്മൂട്ടി അങ്ങനെ പറയില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം പറയുന്നത്. അദ്ദേഹം വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പേരിൽ പലരെയും വിളിക്കാറുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ സംസാരിക്കാറുണ്ട്. ഷൈൻ ടോം ചാക്കോയൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ വളരെയധികം കരുതുന്ന ഒരു സമീപനമാണ് മമ്മൂട്ടി എന്ന നടൻ എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി ഈ സാന്ദ്ര തോമസ് അസോസിയേഷനിൽ നടത്തുന്ന പോരാട്ടവും നിയമ പോരാട്ടവും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ പോരാട്ടങ്ങൾ വിജയം വരെ തുടരുക. നിയമ പോരാട്ടത്തിലും സാന്ദ്രയ്ക്ക് വിജയം ആശംസിക്കാം. പക്ഷേ
മമ്മൂട്ടിയെ പോലെ ഇത്രയും സീനിയറായ ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ്, അത് ഒരു വിവാദ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് പറഞ്ഞ സാന്ദ്ര ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണം. മമ്മൂട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറ്റി നിർത്തണം. മാത്രമല്ല, മമ്മൂട്ടിയുടെ വീട്ടുപണി എടുക്കുന്ന ആളാണ് ആൻഡോ ജോസഫ് എന്ന പ്രസ്താവനയും തീർത്തും അബദ്ധമാണ്. മമ്മൂട്ടിയുടെ സൗഹൃദ വലയത്തിലുള്ള ആളാണ് ആൻഡോ എന്നാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മമ്മൂട്ടി ഒരുപക്ഷെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചതും. എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞതും താരങ്ങൾ രണ്ട് പക്ഷത്താണ്, അതായത് മമ്മൂട്ടി മോഹൻലാലും രണ്ട് പക്ഷത്താണ് എന്ന് നറേറ്റീവ് സൃഷ്ടിച്ചതും സാന്ദ്ര നടത്തുന്ന പോരാട്ടങ്ങളുടെ മൂല്യം കുറയ്ക്കുന്ന നടപടിയായിപ്പോയി എന്നേ പറയാനുള്ളൂ. ഇക്കാര്യങ്ങളിൽ സാന്ദ്ര കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.